പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന തിരുവചനം മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നമുക്ക് ദാവീദിനെ കുറിച്ച് കേൾക്കുമ്പോൾ അറിയാം, ദാവീദ് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞെൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ. ദാവീദിനെ പോലെ തന്നെ ഇവിടെയും മീഖാ പ്രവാചകൻ പറയാണ്, ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പ്രാർത്ഥന കേൾക്കുന്ന, അതായത് ഉത്തരം നൽകുന്നതിന് ഒരു കാത്തിരിപ്പ് എപ്പോഴും ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ കാത്തിരുന്ന് അതായത് ദാവീദ് കാത്തിരുന്നാണ് ഹല്ലേലൂയ ഉത്തരം യഹോവയെങ്കിൽ നിന്ന് ലഭിക്കാനിടയായി. നമ്മുടെയും ജീവിതത്തിൽ പല കാത്തിരിപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഓരോ വിഷയത്തിനും ആൻസർ കിട്ടുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ പലർക്കും കാത്തിരിക്കുവാൻ കഴിയത്തില്ല, ഉടനടി മറുപടി വേണം. ഹല്ലേലൂയ. നാം ഒരു കാര്യം ഓർക്കുക, നമ്മൾക്ക് ലഭിക്കേണ്ടുന്ന സമയത്താണ് മറുപടി ലഭിക്കുന്നത്. കർത്താവിനറിയാം ഏത് സമയത്തിന് എപ്പോഴവർക്ക് ഹല്ലേലൂയ ഇതിന് മറുപടി കൊടുത്താൽ അവർക്ക് ഉപയോഗപ്രദമായി തീരുമെന്ന്. അതനുസരിച്ചാണ് കർത്താവ് നമുക്ക് മറുപടി നൽകി തരുന്നത്. ഇവിടെ മീഖാ പ്രവാചകൻ, ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടെനിക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസം വർദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ യഹോവയുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരുന്ന് കർത്താവ് എനിക്ക് തരുമെന്നുള്ള ആ ഒരു ഉറപ്പ് പ്രാപിപ്പാനിടയായി തീരത്തുള്ളൂ. ഇവിടെ നോക്കൂ, മീഖാ പ്രവാചകൻ കണ്ടത് ശമരിയെയും യെരൂശലേമിനെ കുറിച്ചുള്ള ദർശനത്തിൽ ജനത്തിൻ്റെ സത്യസന്ധതയില്ലായ്മയും ആ അസാൻമാർഗിക പ്രവർത്തനങ്ങളും സർവ്വസാധാരണയായിട്ട് കാണപ്പെട്ടു. ഹല്ലേലൂയ. നിരാശയിലായ മീഖാ പ്രവാചകൻ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞാണ് ഈ അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, 7-ന്റെ 1-ാമത്തെ വാക്യത്തിൽ എനിക്കയ്യോ കഷ്ട. ഹല്ലേലൂയ. ഈ അധ്യായം ആരംഭിച്ചിരിക്കുമ്പോൾ സങ്കീർത്തനം 12-ന്റെ 1-ൽ പറഞ്ഞിരിക്കുന്ന പോലെ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരുടെയും വിശ്വസ്തന്മാരുടെയും കുറവ് സംഭവിച്ചതുമൂലം കുടുംബസ്നേഹം തന്നെ ഇല്ലാതെയായി തീർന്നു. ഇതിൽ മീഖാ 7-ന്റെ 6-ൽ പറഞ്ഞിരിക്കുന്നു, മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മായിയമ്മയോട് എതിർത്തു നിൽക്കും, മനുഷ്യന്റെ ശത്രുക്കൾ അവൻ്റെ വീട്ടുകാർ തന്നെ. ഹല്ലേലൂയ. യഹോവയുടെ അരുളപ്പാടുകൾ അറിയിച്ചിട്ട്, അതായത് 6-ന്റെ 8-ൽ പറയുന്നുണ്ട്, മനുഷ്യ നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ന്യായത്തോട് പ്രവർത്തിക്കണം. ആവശ്യത്തിലിരിക്കുന്ന വ്യക്തികളോട് യഥാർത്ഥമായ രീതിയിൽ ദയയും കരുണയും കാണിക്കണം. നാം ദൈവസന്നിധി താഴ്മയോട് നടക്കണം. അതായത് ദൈവിക ഭയത്തിൽ, ദൈവിക മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തണം. ഇതാണ് യഹോവയുടെ അരുളപ്പാടുകൾ. ഈ അരുളപ്പാടുകൾ അവർ ചെവിക്കൊണ്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, യഹോവയുടെ അരുളപ്പാടുകൾ ചെവിക്കൊള്ളാതെ തന്നിഷ്ടത്തിന് നടന്നതിൻ്റെ ഫലമായിട്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആ രക്ഷയിലുള്ള ആശ്രയത്തിലേക്ക് മീഖാ പ്രവാചകൻ തന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമുക്ക് യാക്കോബ് അപ്പോസ്തലന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, 4-ന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവീൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. പ്രിയ മക്കളെ, നോക്കൂ, ദൈവത്തോട്
ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നോക്കൂ, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. നമ്മുടെ കൈകൾ എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ മീഖാ പ്രവാചകൻ പല കാര്യങ്ങളും തൻ്റെ ജനത്തോട് പറഞ്ഞിട്ടും അവർ ഹല്ലേലൂയ, അവരുടെ ഇഷ്ടത്തിന്, അവർ ദൈവഗീതം ഇല്ലാത്ത വിധത്തിൽ അവർ നടക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ യാക്കോബസ്തലത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കി. ഹല്ലേലൂയ. ദൈവസന്നിധി താഴ്മയോടെ നിൽക്കണം. കർത്താവിൻ്റെ സന്നിധി താഴുമ്പോൾ അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. ഇന്ന് പലർക്കും താഴ്മ ഹല്ലേലൂയ ചെയ്യുവാൻ കഴിയുന്നില്ല, താഴാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. എല്ലാവർക്കും ഉയർച്ച വേണം, പക്ഷേ ദൈവസന്നിധി താഴുവാൻ കഴിയുന്നില്ല. ജനങ്ങൾ യഹോവയുടെ വാക്കുകൾ കേൾക്കാതിരുന്നപ്പോൾ മീഖാ പ്രവാചകൻ ദൈവത്തിലുള്ള ആശ്രയത്തിൽ മാത്രം ഉറച്ചു. പ്രിയ മക്കളെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ഹല്ലേലൂയ നിഗളികളോട് എതിർത്ത് നിന്ന് നമുക്ക് ഹല്ലേലൂയ ഉറപ്പുണ്ടായിരിക്കണം. യഹോവയുടെ സന്നിധിയിൽ നാം ഉറപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ. ഞാനോ യഹോവയിങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായിട്ട് കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുക. ഹല്ലേലൂയ. മീഖാ പ്രവാചകൻ യഹോവയിലും വാഗ്ദത്തങ്ങളിലും തൻ്റെ വിശ്വാസം ഉറപ്പിച്ചു. രക്ഷ യഹോവയിങ്കിൽ നിന്നാണ് വരുന്നത് എന്ന് മീഖാ പ്രവാചകൻ അറിയാം. ഹല്ലേലൂയ. ദൈവം തന്നെ നിലനിർത്തുകയും സകല ദുഷ്ടതയ്ക്കും എതിരെ ഒരു ദിവസം ന്യായം നൽകും, അതായത് നീതി വാഴുവാൻ കാരണമാകുകയും ചെയ്യുമെന്ന് മീഖായ്ക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയ. എത്ര പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുന്ന, ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞാൽ കേൾക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഹല്ലേലൂയ ഉറപ്പോട് പറയുകയാണ്. 9-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യഹോവ എൻ്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം പാലിച്ചു തരുവോളം ഞാൻ അവൻ്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ, അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവൻ്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ ഹല്ലേലൂയ അവിടെ വിടുതലാണ് ലഭിക്കുന്നത്. നമ്മളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന അപ്പച്ചൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയ മക്കളെ, നമുക്ക് ഒരു ഉറപ്പോട് പറയാൻ സാധിക്കണം, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. നാം ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജീവിക്കുവാനും ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാനും ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ വക്രതയും കോട്ടവുമുള്ള, നമുക്കറിയാമല്ലോ ഇപ്പോൾ കടന്നു പോകുന്ന ഹല്ലേലൂയ ഓരോ സ്ഥിതികൾ നോക്കുമ്പോൾ ദൈവമക്കൾക്ക് എവിടെയും ഹല്ലേലൂയ ജീവിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് ഹല്ലേലൂയ എവിടെ ദൈവമക്കളുണ്ടോ അവിടെ ഹല്ലേലൂയ പിശാച് ഓടി നടക്കുകയാണ്, അവനെ ഹല്ലേലൂയ എങ്ങനെയെങ്കിലും വീഴിക്കണമെന്നും പറഞ്ഞ്. പക്ഷേ നമ്മളെന്താണ്? ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. തലമുറയുടെ നടുവിൽ ജീവിക്കുവാൻ ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായിരിക്കണം. നമ്മുടെ തലമുറകളും യഹോവയാൽ അനുഗ്രഹം പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾ വല്ലാത്ത ലോകത്തിലൂടെ കടന്നുപോയി. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിക്കുക, അവരെ ഹല്ലേലൂയ ദൈവത്തിങ്കൽ കൊണ്ടുവരണം. നമ്മുടെ തലമുറ നശിക്കാതിരിക്കുവാൻ നാം കണ്ണുനീരൊഴിക്കെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രമാണിക്കണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ആ ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. ഹല്ലേലൂയ. യഹോവയിങ്കിലേക്ക് നമ്മൾ നോക്കുന്നവരായി ഏത് നിമിഷവും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ മുട്ടുമടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹല്ലേലൂയ ഇരുന്ന് പ്രാർത്ഥിക്കണം, അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരണം. ഈ നാളുകളിൽ നമുക്ക് അത് മാത്രമേ കഴിയുള്ളൂ. സുവിശേഷ വിരോധികൾ വർദ്ധിച്ചു വരികയാണ്. ഹല്ലേലൂയ. അവരുടെ മധ്യത്തിൽ നമുക്ക് നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ ആ വചനം, ആ വാളാകുന്ന വചനം നമ്മൾ വേണ്ടും പോലെ എടുത്ത് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ യോശുവയുടെ തീരുമാനം. ഹല്ലേലൂയ. യോശുവ എന്തായിരുന്നു തീരുമാനിച്ച്? യോശുവ 24:15 കാണാം, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയ മക്കളെ, നമുക്ക് ഒരു ഉറപ്പെടുക്കാം, ഞാനും എൻ്റെ ഹല്ലേലൂയ
കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ. നമ്മൾ കുടുംബമായിട്ട് യഹോവയെ സേവിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിനായിട്ട് നമ്മൾ ആ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുക. നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കും. ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന അപ്പച്ചൻ നമ്മുടെ ഓരോ വിഷയത്തിന്മേലും മറുപടി നൽകി തരും. ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ അയക്കുന്ന അപ്പച്ചൻ, മറുപടി അയക്കുന്ന അപ്പച്ചൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ അവിടുന്ന് ഉദ്ധാരണം ചെയ്തു കൊടുക്കും. പ്രിയ മക്കളെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. വരവെങ്കിൽ ഹല്ലേലൂയ എല്ലാവരും കാണപ്പെടുവാൻ നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹല്ലേലൂയ.